ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ക്രിസ്തുയേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്ന റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ തുടർന്ന് നമുക്ക് ചിന്തിക്കാം. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വം ഇല്ല എന്നും നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസമ്മതമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ഇവിടെ 8-ാം വാക്യത്തില് നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വീണ്ടും പൗലോസ് ആവർത്തിക്കുകയാണ്. 5-ാം വാക്യത്തിൽ ആ കാര്യം താൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത് 2 തീമോത്തിയോസിന്റെ ലേഖനം 2-11-12 വാക്യങ്ങളിലും അവിടെയും നമുക്ക് കാണാവുന്നതാണ്. 9-ാം വാക്യത്തിൽ ഒരിക്കൽ ക്രിസ്തു മരിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുകയാൽ ക്രിസ്തുവിന് വീണ്ടും മരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതേപോലെ നാം മരിച്ചിട്ട് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തുവെങ്കിൽ നാം വീണ്ടും മരിക്കയില്ല, ക്രിസ്തുവിനോടുകൂടെ നിത്യമായി ജീവിക്കും എന്ന ആ വലിയ യാഥാർത്ഥ്യമാണ് അപ്പോസ്തലൻ അവിടെയും ഓർമ്മപ്പെടുത്തുന്നത്. 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തു മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അതായത് അവിടുന്ന് സകല മനുഷ്യരുടെയും പാപങ്ങൾക്കായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. ആണ്ടുതോറും അത് ആവർത്തിക്കേണ്ടതായ കാര്യമില്ല. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ ആണ്ടുതോറും തന്റെയും ജനത്തിന്റെയും പാപത്തിന് പരിഹാരമായിട്ടാണ് യാഗം കഴിക്കുവാനായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ പ്രവേശിക്കുന്നത്. എന്നാൽ അതിന്റെ ആവശ്യം ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും എന്ന ആ യാഥാർത്ഥ്യം എബ്രായ ലേഖനകർത്താവും വിവരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. റോമാലേഖനം 6-11 കടന്നു വരുമ്പോൾ ക്രിസ്തു പാപത്തിന് മരിച്ചു, എന്നാൽ അവിടുന്ന് ദൈവത്തിനായി ജീവിക്കുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതേപോലെ നാമും പാപത്തിന് മരിച്ച് ദൈവത്തിനായി തന്നെ ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്നതാണ് ഓർത്തിരിക്കേണ്ടുന്നത്. അത് 11-ാം വാക്യത്തിൽ തന്നെ അപ്രകാരം നിങ്ങളെ തന്നെ എണ്ണുവീൻ എന്ന് അവിടെ പറയുകയാണ്. എണ്ണുവീൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് മഹത്തായ ഉറപ്പോടെ ചിന്തിക്കുക എന്ന അർത്ഥമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1 പത്രോസിന്റെ ലേഖനം 2-24 കടന്നു വരുമ്പോൾ ആ കാര്യങ്ങളെ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ പ്രിയമുള്ളവരെ, ക്രിസ്തു നമുക്കായി ഒരിക്കലായിട്ട് മരിച്ചു. ആണ്ടുതോറും മരിക്കേണ്ടതായ ആവശ്യമില്ല, അല്ലെങ്കിൽ ദിനംപ്രതി മറ്റൊരു യാഗത്തിന്റെ ആവശ്യമില്ല. ക്രിസ്തുവിൽ യാതൊരു വിധമായ പാപവുമില്ലായിരുന്നു. എന്നാൽ നാം പാപികളായി തീർന്നത് മുഖാന്തരമായിട്ട് നമുക്ക് വേണ്ടി ക്രിസ്തു പ്രായശ്ചിത്ത ബലിയായി തീർന്നു. അത് എന്നേക്കുമുള്ളതായ ഒരു വീണ്ടെടുപ്പ് തന്നെയാണ് എന്നത് വളരെ വ്യക്തമാണല്ലോ. അതെ, ആ
ക്രിസ്തുവിന്റെ പരമയാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നമ്മുടെ പഴയ മനുഷ്യനെ, ആ പാപത്തെ ക്രൂശിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് ഒരു ജയജീവിതം നയിക്കുന്നവർക്ക് അതെ ആ ക്രിസ്തുവിന്റെ ഉയർപ്പിൽ പങ്കാളിത്തമുണ്ട് എന്ന് വീണ്ടും നമുക്ക് ആവർത്തിച്ച് ചിന്തിക്കുവാനായിട്ട് ഈ റോമാലേഖനത്തിൽ സാധിക്കുകയാണല്ലോ. അതെ, ക്രിസ്തുവിനോട് ചേർന്ന് നമുക്ക് പൂർണ്ണമായി ഒരു ജയജീവിതം നയിക്കാം. ഇതേവരെയും അങ്ങനെ ഒരു അനുഭവത്തിൽ എത്തിയിട്ടില്ല എങ്കിൽ ഈ ദൂത് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിൽ എത്തുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെയും ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനാ ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനാ നല്ല ദാസനായി ഞാൻ തീർന്നതിനാ എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതു ലാഭം. മോഹങ്ങളിൽ നീങ്ങി പാപത്തിൻ ദാസനായി ഞാൻ തീർന്നു. നഷ്ടമായി പോയ കാലങ്ങളോർത്ത് എന്റെ ദൈവത്തിൻ സന്നിധേ ഞാൻ ചെന്നു. ലോകത്തിൻ മോഹങ്ങളിൽ പാപത്തിൻ ദാസനായി ഞാൻ തീർന്നു. നഷ്ടമായി പോയ കാലങ്ങളോർത്ത് എന്റെ ദൈവത്തിൻ സന്നിധേ ഞാൻ ചെന്നു.